ഇന്ന് അവിടത്തേക്ക് കൈവന്നിരിക്കുന്നത്. എന്നിട്ടും എന്തേ താങ്കൾ സന്തോഷവാനല്ലാത്തത്? മക്കളെ, ആര് പറഞ്ഞു ഞാൻ സന്തോഷവാനല്ലെന്ന്? കാര്യം നിനക്കറിയാമോ? ഒരു പുരോഹിതന്റെ ആയുസ്സിൽ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണ് അബിയാത്തോടിലുള്ള ഈ സക്രിയയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അതിന് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അക്കായി മോനെ, നിനക്കറിയാമോ, യഹൂദ പാരമ്പര്യപ്രകാരം വിശുദ്ധ മന്ദിരത്തിൽ ധൂപാർപ്പണം നടത്തുന്നതിന് ദൈവാനുഗ്രഹം പെരുത്തുണ്ടാവണം. ദൈവം തിരഞ്ഞെടുക്കണം. 1000 വർഷം കാത്തിരുന്നാലും പലർക്കും അതിനുള്ള അനുഗ്രഹം ലഭിക്കുകയില്ല. ബലഹീനനായ എന്നെ യഹോവ അനുഗ്രഹിച്ചിരിക്കുന്നു. പക്ഷേ ഒരു ദുഃഖം മനസ്സിലുണ്ട്. അഹരോന്റെ പൗരോഹിത്യ പാരമ്പര്യം പിന്തുടരുവാൻ ഒരു പുത്രനെ എനിക്ക് ദൈവം നൽകിയില്ല. എലിശുബായുടെ മുഖത്ത് നോക്കുമ്പോൾ എന്റെ ഉള്ളം കലങ്ങുകയാണ്, ഹൃദയം ചുട്ടു നീറുകയാണ്. പുരോഹിത ശ്രേഷ്ഠ, സമാധാനമായ അവരുടെ കർത്താവിന് ധൂപാർപ്പണം നടത്തുക. തമ്പുരാൻ അങ്ങയെ അനുഗ്രഹിക്കും. അങ്ങയുടെ തലമുറ പിന്തുടരുവാൻ ഒരു മകനെ കർത്താവ് അങ്ങേക്ക് നൽകും. എന്റെ ജീവിതത്തിലെ അത്തരം പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചിരിക്കുന്നു. എനിക്ക് പ്രായമേറെയായില്ലേ. മാത്രമല്ല, യേശുബായുടെ സ്ത്രീത്വവും നിർജീവമായിരിക്കുന്നു. എല്ലാം യഹോവയുടെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. നിങ്ങൾ ആരാധനാ മന്ദിരത്തിൽ പ്രകാശം തെളിയിക്കും. വിശുദ്ധിയുടെയും മഹത്വത്തിന്റെയും രൂപപീഠത്തിൽ ഞാൻ ധൂപാർപ്പണം നടത്തട്ടെ. നിങ്ങൾ പുറത്തു നിൽക്കുന്ന വിശ്വാസികളെ പ്രാർത്ഥനയ്ക്കായി ഒരുക്കൂ. സഖറിയാവേ, ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കായി ഒരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേർ വിളിക്കും. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാണ്. വീഞ്ഞും മദ്യവും അവൻ കുടിക്കുകയും അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരും. ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സ് ചെന്നവളുമാണല്ലോ. ഞാൻ ദൈവസന്നിധിയിലെ ദൂതനായ ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കുവാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എന്റെ ഈ വാക്ക് വിശ്വസിക്കായതുകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിക്കാൻ കഴിയാതെ മൗനിയായി. എന്ത് പറ്റി അമ്മാവ? ആകെ ക്ഷീണിതരായിരിക്കുമല്ലോ. ഹരി, സാരമായതൊക്കെ സംഭവിച്ചിരിക്കുന്നു. പുരോഹിതന് മന്ദിരത്തിൽ വെച്ച് എന്തോ ദർശനം ലഭിച്ചിരിക്കുന്നു. നമുക്ക് പുറത്ത് പ്രാർത്ഥിക്കുന്നവരോട് ഈ കാര്യം അറിയിക്കാം. വരൂ. എല്ലാം ലളിതമായി നടത്തിയാൽ മതിയെന്നാണ് തീരുമാനം. വാർദ്ധക്യ സന്തതി ഉരുവായത് മുതൽ എന്തോ പുരോഹിതന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു. ഇപ്പോൾ ആംഗ്യഭാഷയിൽ ആശയവിനിമയം. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നുമില്ല. ഇന്ന് തന്നെ കുഞ്ഞിനെ പേരിടണമെന്ന് അദ്ദേഹത്തിന് ഒരേ വാശി. പിന്നെ ഇന്ന് 8ാം ദിവസമാണല്ലോ, പരിച്ഛേദനയുടെ ദിവസം. അദ്ദേഹം വളരെ സന്തോഷത്തിലാണ്. കേട്ടില്ലേ ജ്യേഷ്ഠത്തിയുടെ മൂത്ത മോൾ വിദ്യാമകനെ താരാട്ട് പാടി ഉറക്കുന്നത്? വരൂ, നമുക്ക് അകത്തേക്ക് ചെല്ലാം.
യഹൂദ, ഒരു പേരിൽ നിന്ന് മറുപടിയും നമ്മൾ കാണുന്നില്ലല്ലോ. നമുക്ക് ദിവസം മാറിപ്പോയത് മറ്റോ ആണോ? ഹേയ്, അങ്ങനെ ആവാൻ വഴിയില്ല. ഇക്കഴിഞ്ഞ ദിവസം വലിയ വീട്ടിലെത്തി പറഞ്ഞതല്ലേ ഇന്നാണ് പരിപാടിയെന്ന്. വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലെന്ന് അമ്മേ പറഞ്ഞിരുന്നു. വീട്ടിൽ അപ്പനോടും അമ്മയോടും പറഞ്ഞ ദിവസവും ഇന്ന് തന്നെയാണ്. ആ, വല്യപ്പൻ വരുന്നുണ്ടല്ലോ. അല്ല, ഇതിനോട് നമ്മളെങ്ങനെ സംസാരിക്കും? അതിന്റെ മിണ്ടാട്ടം ഇന്ന് പോയില്ലേ? എനിക്ക് ഒരു ചാന്തി ഭാഷ അറിയാം, ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. വല്യപ്പച്ച, എല്ലാവരും എത്തിയില്ലേ? എപ്പോഴാ പേടിന്റെ മുഹൂർത്തം? എല്ലാരും വരുന്നുണ്ട് വല്യപ്പ, ഞങ്ങൾ നേരത്തെ പോന്നതാ. മക്കളെ, നിങ്ങൾ എപ്പോഴെത്തി? ഞങ്ങളതാ ഇങ്ങെത്തിയതേ ഉള്ളൂ അമ്മാവ. എല്ലാവരും എത്തിയോ? എങ്കിൽ നമുക്ക് ചടങ്ങുകൾ ആരംഭിച്ചാലോ? അതെ അതെ, എന്നാൽ എനിക്ക് സമയം കണ്ടത് അല്ല സക്കറിയ. ഓ, അല്ലെങ്കിൽ അവനോട് പറഞ്ഞാൽ മറുപടി പറയാൻ ആവുന്നില്ലല്ലോ. ആകട്ടെ, എലിസബത്ത് കുഞ്ഞിനെ വിളിക്കുവാൻ എന്തെങ്കിലും പേര് കണ്ടുവച്ചിട്ടുണ്ടോ? പിന്നില്ലേ, പേരൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അവനെ യോഹന്നാൻ എന്ന് വിളിക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതൊന്നും പേര് നമ്മുടെ കുടുംബത്തിലോ ചാർച്ചക്കാരനോ അങ്ങനെ ഒരു പേരില്ലല്ലോ. സക്കറിയ, നീ തന്നെ പറ, നിന്റെ കുട്ടിക്ക് എന്ത് പേരിടാനാണ് കരുതുന്നത്? കൊള്ളാമല്ലോ, സക്കറിയ എഴുതിയത് അത് തന്നെയാണല്ലോ, യോഹന്നാൻ എന്നത്. അതെ, യോഹന്നാൻ എന്ന് തന്നെ. അത് ദൈവത്തിന്റെ ദൂതൻ നൽകിയ പേരാണ്. യഹോവ ഇഷ്ടം കൊണ്ട് നൽകിയ പേര്. അത്ഭുതമായിരിക്കുന്നല്ലോ സക്കറിയ, നീ തന്നെയാണോ ഇത് പറയുന്നത്? അതെ, കർത്താവ് തന്നെയാണ് എന്റെ നാവ് ബന്ധിച്ചത്. ഇപ്പോഴിതാ അവൻ തന്നെ എന്റെ നാവിന്റെ ബന്ധനം അഴിച്ചിരിക്കുന്നു. യഹോവേ, അവിടുത്തെ ശക്തി എത്ര അപാരമായിരിക്കുന്നു. അവിടുത്തെ നാമം എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ, എല്ലാം നേരെയായോ? യഹോവയായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. അതാ കുഞ്ഞു നടന്ന് കരയുന്നു. ഇനി താമസിക്കണ്ട, എല്ലാവരും അകത്തേക്കിടണം. അവന് പേരിടണം, പരിച്ഛേദന നൽകണം. മറ്റുള്ളവരൊക്കെ എപ്പോഴാണാവോ വരുന്നത്? അല്ല, നേരം പോണ പോക്കി. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാണ്. മാനസാന്തരത്തിൽ സർപ്പസന്തതികളെ വരുവാനുള്ള ഉത്തരകോപത്തിൽ നിന്നും ഓടിക്കൊണ്ടു.
മാനസാന്തരത്തിന് യോഗ്യമായ അതെ, ഇപ്പോൾ തന്നെ പുരുഷന്മാരുടെ ചുവട്ടിൽ ഓടാനും നല്ല ഫലങ്ങളായിക്കാത്ത പുരുഷങ്ങളെല്ലാം എട്ടി തീയിലിട്ട് ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്താൽ സ്ഥാനപ്പെടുത്തുന്നു. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ എത്രയോ സുന്ദരൻ. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ പോലും ഞാൻ അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയിനാലും സ്ഥാനപ്പെടുത്തുന്നു. ഹേ സർപ്പസന്തതിയിൽ ഈശുഗുണം അവന്റെ കയ്യിൽ. അവനോ കളത്തെ മുറ്റം വെളിപ്പാക്കി ഗോതമ്പ് കളപ്പുറയിൽ കൊണ്ടു. അതിനോ കിടാത്ത തീയിൽ കിട്ടുന്നു. രണ്ട് വസ്ത്രമുള്ളവൻ ഒന്നും ഇല്ലാത്തവൻ, ഭക്ഷണമില്ലാത്തവന് ഉള്ളവൻ സമൃദ്ധമായി. ചുരുക്കായി നിങ്ങൾ കൽപ്പിച്ചതിൽ നിന്നും അധികമായി ഒന്നും. പടജനങ്ങൾ, നിങ്ങൾ ആരെയും ബലാത്കാരം ചെയ്യും. ചതിയായി ഒന്നും ആരും വാങ്ങരുത്. ഇതാ ലോകത്തിന്റെ പാപം ചുട്ടുന്ന ദൈവത്തിന്റെ പ്രകാശത്തിന്റെ നാഥ, നീ എന്നിൽ നിന്ന് സ്ഥാനം വിടാൻ പാടി. നീ എങ്ങനെയാണ് സ്ഥാനപ്പെട്ടത്? ഇപ്പോൾ നീ ഇത് സമ്മതിക്കുക. എല്ലാ നീതിയും നിവർത്തിക്കേണ്ടതിന് ഇത് തന്നെയാണ് നമുക്ക് ഉചിതമായത്. അതാണ് കുട്ടി അങ്ങനെ തന്നെ. ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ സ്വന്തതുല്യമായ നമ്മുടെ മുന്നോട്ടത്തിലാണ്. നോക്കൂ, ഈ വിശാലമായ ലോകത്തിൽ രണ്ട് പക്ഷികളെ പോലെ മാറിപ്പറന്ന് ജീവിക്കുന്ന നമ്മൾ എത്രയോ ഭാഗ്യമുള്ളവരാണ്. ആ പൊയ്കയിൽ നീന്തുന്ന അരയണങ്ങളെ കണ്ട അവയും നമ്മളെ പോലെ സ്നേഹലോലരാണ്. പിന്നെ എനിക്കറിയാം നിങ്ങൾ എന്റെ സൗന്ദര്യം മാത്രമാണ് കൊതിക്കുന്നതെന്ന്. മഹാനായ അന്തിപ്പാസ് പ്രഭു ഇതുവരെ എന്നെ എന്തുകൊണ്ടാണ് അവിടുത്തെ മഹാറാണിയാക്കാത്തത്? നീ ഒന്ന് മനസ്സിലാക്കണം. മഹാറാണിയായി നാം വാഴിച്ച അരിസ്റ്റോസിന്റെ പുത്രി നവോമി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. നിയമപ്രകാരം ഇപ്പോഴും അവൾ നമ്മുടെ ഭാര്യയാണ്, ഈ രാജ്യത്തിന്റെ റാണി. മനസ്സുകൊണ്ട് നാം അവളെ ഉപേക്ഷിച്ചിരുന്നു. പക്ഷേ അവളുടെ അപ്പനുണ്ട് അരിസ്റ്റോസ്. അങ്ങനത്തെ വലിയൊരു സൈന്യമുണ്ട്, ഒരുപക്ഷെ നമ്മുടെ സൈന്യത്തെക്കാൾ വലിയ സൈന്യം. അവർ നമ്മെ ആക്രമിച്ച് നമ്മളോട് പ്രതികാരം ചെയ്താലും. അതുകൊണ്ട് ഇക്കാര്യം ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണം. ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. അവളെ ആ നവോമിയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. എന്നിട്ട് വേണം നിന്നെ ഈ രാജ്യത്തിന്റെ മഹാറാണിയാക്കാൻ. എങ്കിൽ മഹാരാജൻ അതുടനെ നടപ്പിലാക്കും. എനിക്കിനിയും ഒരു വെപ്പാട്ടിയെ പോലെ ഇവിടെ കഴിയാൻ സാധിക്കില്ല. നീ എന്റെ ഹൃദയത്തിൽ മഹാറാണിയായി പാടുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ പരിഭവം? അതൊക്കെ പറയാൻ കൊള്ളാം. ഇതൊക്കെ കേട്ട് നിഗളിക്കാൻ ഈ ഹെരോദിയെ കിട്ടില്ല. പ്രാണപ്രിയ, ആ കാണുന്ന സുന്ദരമായ ജലാശയം ഏതാണ്? അവിടെ നീന്തി തുടിക്കുന്ന ആ ഇണയരയന്നങ്ങളെ പോലെ നമുക്കും നീരാടിയാലോ? അതല്ലേ ഈ ദുരിയുടെയും ഹെരോദ് അന്തിപ്പാസിന്റെയും അഭിമാനമായ ഗലീല തടാകം. ആ നീലഗലീല തടാകത്തിൽ മുങ്ങി നീരാടുന്നത് ഒരു അനുഭവം തന്നെയാവും. വരൂ, നമുക്കും ആ അരയന്നങ്ങളെ പോലെയാണ്. എല്ലാ കുന്നുകളും ഇടിഞ്ഞു തന്നു, എല്ലാ കുഴികളും വെളുപ്പാക്കും. പ്രജാപതിയുടെ വഴിത്താരങ്ങൾ വെളുപ്പാക്കുന്നവരാണ്. അമലിക്കുഞ്ഞുങ്ങളെ, നിങ്ങൾ പ്രതികാരത്തിനായി ആരത്തിരിക്കുന്നു? മാനസാന്തരപ്പെടുന്നു, നല്ല ഫലം കഴിയും. കൊള്ളാം. നാട് ഭരിക്കേണ്ട രാജാവ് നട്ടുച്ചയ്ക്ക് പരസ്ത്രീയുമായി പൂന്തോട്ടത്തിൽ രഹസ്യ സമാഗമം. കുട്ടികൾക്ക് മാതൃകയാകേണ്ട നാട്ടിനെ നാടിനെ മുഴുവൻ അപമാനിക്കുന്നു. കുറുക്കന്റെ കുട്ടികൾ അന്തിപ്പാ, നിങ്ങൾ സൂത്രത്തിൽ ഈ സിംഹാസനം നഷ്ടമാക്കി. സിംഹത്തെ പോലെ ക്രൂരമായി രാജ്യം ഭരിക്കുന്നു. പക്ഷേ ഒന്ന് ഓർത്തു, ഒരു വെറും നായെ പോലെ നികൃഷ്ടമായിരിക്കും നിന്റെ.
വലിയ പ്രവാചകരാണെന്നാണ് ചെയ്യുന്നതോ നിരന്തരം രാജഭരണത്തെ വിമർശിക്കണം. നിങ്ങൾക്ക് ഇതിനൊക്കെ ആരാണ് അധികാരം നൽകിയത്? ഓഹോ, അതുകൊണ്ട് എനിക്ക് അധികാരം നൽകിയത് ആരെന്ന്? ദൈവം സർവശക്തനായ ഇതുകൂടി കേട്ടോ. രാജാവിന്റെ പ്രജകൾ രാജാവിനെതിരായി തിരിയുന്ന നാടുകൾ നീ ഒരു ദുഷ്ടസർപ്പമാണ്. സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് അവന്റെ സഹോദരന്റെ കൂടെ ഒളിച്ചോടിയ നിനക്ക് ലഭിക്കുന്ന ശിക്ഷ നീചമായ മരണമായി. അന്തിപ്പാസ്, നീ നിന്റെ തെറ്റിദ്ധരിക്കുക. അർഹതയില്ലാത്തതാണ് നീ മൂട്ടിച്ചെടുത്തിരിക്കുന്നത്. അതും നിന്റെ സഹോദരനായ എപ്പിന്റെ വഴി. മാനസാന്തരപ്പെട്ടിരിക്കും നരകാഗ്നി നിന്നെ വിഴുങ്ങും. ഹേ കള്ളപ്രവാചക, ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ നിനക്ക് ആര് അധികാരം നൽകി? ഞങ്ങളെ ഉപദേശിക്കാൻ നീ ആര്? കടന്നു പോകും. ഇനി ഇവിടെ ഒരു നിമിഷം കണ്ടുപോകരുത്. പോകാനല്ല ഭാവമെങ്കിൽ ഈ ഹെരോദ്യ ആരെന്നും നീ അറിയും. ഹെരോദ്യ, നിർത്തൂ. നിങ്ങൾ പോകുന്നുണ്ടോ? ഇല്ലേ? വിനാശകാലെ വിപരീത ബുദ്ധി. സത്യധർമാദികൾ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വിരോധവാചത്തിൽ ഇതുപോലുള്ള പടുമുളകളല്ലാതെ എന്തുകൊണ്ട് ന്യായാധിപൻ അന്യായം, നീതിപാലകൻ തന്നെ അനീതി ചെയ്യും. അന്ധകാരത്തിന്റെ സമിതികൾ അനീതിയുടെ കീഴടക്കും. വിദഗ്ധതല്ലാതെ ആരും വെളിച്ചമേ വെളിച്ചം. മഹാരാജൻ, കേട്ടില്ലേ ആ തെണ്ടി പറഞ്ഞത്? അവനെ എങ്ങനെയും ഇല്ലായ്മ ചെയ്യണം. രാജ്യത്തെ വലിയൊരു പങ്ക് ജനങ്ങൾ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണ്. അത് പറയരുത്. ഈ കള്ളപ്രവാചകനെ, ഓ മഹാനായ ഹെരോദ് അന്തിപ്പാസ് രാജാവേ, ആ ചെറുത്താനെ എങ്ങനെയെങ്കിലും കൂട്ടണം. നിങ്ങൾക്കത് പേടിയാണെങ്കിൽ അതിനുള്ള വഴി ഹെരോദ് തന്നെ കണ്ടെത്തും. പേടിയോ? ഈ ദുനിയയിലെ മഹാരാജാവ് അന്തിപ്പാസ് ആരോടെ? രാജശാസനത്തിന്റെ വിലയെന്തെന്ന് അവൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഓഹോ, ഇന്ന് സൈന്യാധിപൻ തന്നെയാണോ രാജദമ്പതികൾക്ക് കാവൽ നിൽക്കുന്നത്? മഹാരാജൻ അങ്ങയെ അവഹേളിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ ചിലർ അടക്കം പറയുന്നത് അടിയന്റെ കാതുകളിൽ എത്തിയിട്ടുണ്ട്. മാത്രമല്ല, മഹാരാജന്റെ സഹോദരൻ ഫിലിപ്പ് അങ്ങയ്ക്കെതിരെ പടയൊരുക്കം നടത്തുന്നതായി ഒരു വാർത്തയും. അതുകൊണ്ട് അങ്ങ് അറിയാതെ തന്നെ അവിടുത്തെ സുരക്ഷ ഞാൻ നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. സൈന്യാധിപ, താങ്കളുടെ ബുദ്ധിയെ ഞാൻ അഭിനന്ദിക്കുന്നു. നാം വിളിച്ചത് മറ്റൊരു കാര്യം. ഇപ്പോൾ ഇവിടെ നിന്നും പോയ പ്രവാചകനുണ്ട്. അയാളെ ഇപ്പോൾ തന്നെ പിടിക്കണം. എന്തെങ്കിലും കുറ്റങ്ങൾ ആരോപിച്ച് അയാളെ വിചാരണ ചെയ്ത് തുറുങ്കിലടക്കണം. ഇനി ഒരിക്കലും അവൻ പുറം ലോകം കാണരുത്. ഏറ്റവും വലിയ കുറ്റങ്ങൾ തന്നെ അവനെതിരായി നിരത്തണം. ദേശദ്രോഹവും രാജദൂഷണവും തന്നെ അവനിൽ ആരോപിച്ചോളൂ. ഉത്തരവ് പോലെ ബഹുമാനനായ രാജഗൃഹിത, ക്ഷണിച്ചു വന്നിരിക്കുന്ന അതിഥികൾ വളരെ അധികം. കൈസരിയായി നിന്നും ഫിലിപ്പിയായി നിന്നും, എന്തിനധികം ഏറെ ദൂരമുള്ള ഈജിപ്തിൽ നിന്ന് പോലും അതിഥികൾ വന്നെത്തിയിട്ടുണ്ട്. കൊട്ടാര സമുച്ചയം മുഴുവൻ ഞാൻ പരിശോധിച്ചു കഴിഞ്ഞു. എല്ലാം ഭദ്രമാണ്. അക്കരയോ സദ്യവട്ടങ്ങളുടെ ചുമതല അത് നിനക്കായിരുന്നില്ലേ? ഏത് വിധമാണ് അവയെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്? എല്ലാം തൃപ്തികരമാണ് സൈന്യാധിപ. ക്ഷണിച്ചു വന്നിരിക്കുന്ന അതിഥികൾക്ക് ഒന്നിനും ഒരു കുറവും വരില്ല. പഴുതുകളില്ലാത്ത സുരക്ഷയും ഒരുക്കിയിരിക്കുന്നു. അതാ മഹാരാജാവ് എഴുന്നള്ളുന്നു. വന്ദനം രാജപുരോഹിത, ഒരുക്കങ്ങളെല്ലാം തൃപ്തികരമല്ലേ? അടിയൻ അവിടുത്തെ കരുണയാൽ എല്ലാം ഭംഗിയായി തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. അരങ്ങേറ്റത്തിന്റെ മുഹൂർത്തവും അടുത്തു വരികയാണ്. സൈന്യാധിപ, മുന്തിയ ഇനം വീഞ്ഞും ഭക്ഷണ പദാർത്ഥങ്ങളും തന്നെയല്ലേ കലവറയിൽ ഒരുക്കിയിരിക്കുന്നത്? കാണികൾ എല്ലാവരും ഉന്നതരാണ്. രാജകുമാരന്മാരും പ്രഭുകുമാരന്മാരും അവരുടെ അംഗരക്ഷകരും എന്നു വേണ്ട സുന്ദര കോമളന്മാരും വീരശൂര പരാക്രമികളുമായിട്ടുള്ള ആയിരങ്ങൾ നിരന്നിരിക്കുന്ന സദസ്സ് കാണുമ്പോഴുണ്ടല്ലോ എന്റെ ഹൃദയം അഭിമാനത്തിൽ ഉളകം കൊള്ളുകയാണ്.
പിന്നെ മഹാറാണി, ഒരു രഹസ്യം കൂടി മനസ്സിൽ അടുത്തു വരും. അത് കേൾക്കുമ്പോൾ നിനക്ക് കൂടുതൽ സന്തോഷമാകും. എന്താണത് മഹാരാജൻ? വന്നു ചേർന്നിരിക്കുന്ന മിടുക്കന്മാരിൽ ആരെങ്കിലും നമ്മുടെ സലോമിയുടെ നൃത്തം കണ്ട് അവളിൽ അനുരക്തനായ അവരുടെ വിവാഹം നമുക്ക് ആർഭാടമായി നടന്നാലല്ലോ. ഒരർത്ഥത്തിൽ ഇതൊരു സ്വയംവരം പോലെയാകട്ടെ. എല്ലാം മഹാരാജാവിന്റെ ഇഷ്ടം. മുഹൂർത്തം സമാഗതമാകുന്നു. പെണ്ണുതിരുമേനി, സൈന്യാധിപ, ശലോമിയെ വേദിയിലേക്ക് ആനയിക്കൂ. ബഹുമാനരായ അതിഥികളെ, നിങ്ങളുടെ ആകാംക്ഷയ്ക്ക് വിരാമമിട്ടുകൊണ്ട് ഇതാ നമുക്ക് ഏറ്റവും പ്രിയങ്കരിയായ ശലോമിയുടെ നൃത്തം ആരംഭിക്കുന്നു. സദസ്സിന്റെ കണ്ണിലും കാതിലും കുളിരേക്കി നർത്തനമാടിയ പ്രിയ ശലോമി, ഇതുരിയുടെ മഹാരാജ വന്ദിപ്പാസ് ഇതാ സത്യം ചെയ്യുന്നു. ഈ സമ്മോഹനമായ അരങ്ങേറ്റത്തിന് സമ്മാനമായി നാം നിനക്ക് എന്താണ് തരേണ്ടത്? ചോദിക്കൂ, നീ ചോദിക്കുന്ന എന്തും തരുന്ന. ഞാൻ അത് അമ്മയോട് ചോദിക്കട്ടെ. അമ്മേ, മഹാരാജാവ് എന്തും സമ്മാനമായി തരാമെന്ന് പറയുന്നു. എന്താണമ്മേ ഞാൻ ചോദിക്കേണ്ടത്? ആ കള്ളപ്രവാചകൻ യോഹന്നാന്റെ തലയാണ് നീ ആവശ്യപ്പെടേണ്ടത്. അമ്മ എന്താണ് പറയുന്നത്? ഹെരോദിയ, നീ എന്ത് അസംബന്ധമായി പറയുന്നത്? ഒരു പ്രവാചകനാണ് അയാൾ. ഹേ വാൽദേവ, ഞാൻ ഈ കുട്ടിക്ക് വാക്ക് കൊടുത്തു പോയത്. അമ്മേ, നമുക്ക് മറ്റെന്തെങ്കിലും ചോദിക്കാമോ? എനിക്ക് പേടിയാവുന്നു. അത് വേണ്ടമ്മേ. മഹാരാജൻ, പ്രവാചക ശാപം രാജ്യത്തെ ചുട്ടു ചാമ്പലാണ്. അങ്ങയുടെ രാജസ്ഥാനം മാത്രമല്ല, ഇനിയുള്ള തലമുറകൾ പോലും ശാപഗ്രസ്തരാകും. ഈ കടുകൈ ചെയ്യാൻ അവിടുന്ന് ഉത്തരവിടരുത്. പെണ്ണുതിരുമേനി, ഉത്തരവിടരുത്. മറ്റെന്ത് വേണമെങ്കിലും ഞാൻ ശലോമിക്ക് നൽകാം. പാതി രാജ്യം വേണമെങ്കിൽ അതും അവകാശമായി നൽകാം. ഇതിൽ നിന്നും പിന്തിരിക്കും. പരട്ട കിളവാണ്. പുരോഹിതനാണ് പോലും പുരോഹിതൻ. തന്റെ ഉപദേശം ഇവിടെ ആർക്കും വേണ്ട. മഹാനായ അന്തിപ്പാസ് മഹാരാജാവേ, താങ്കൾ എത്ര ഭീരുവാണ്. നാണമില്ലേ നിങ്ങൾക്ക്? ശലോമയല്ല, ഹെരോദിയാണ് ചോദിക്കുന്നത്. ആ കള്ളപ്രവാചകന്റെ തലയെടുത്ത് താളത്തിലാക്കി ഹെരോദിക്ക് നൽകണം. എങ്കിലും എനിക്ക് തൃപ്തിയാകും. അല്ലെങ്കിൽ ഈ നിമിഷം ഞാൻ എന്റെ മോളിൽ ഈ കൊട്ടാരം കിട്ടണം. എന്തു പറയുന്നു? രാജ്ഞിയുടെ ആഗ്രഹം പോലെ മഹാരാജൻ, ഇത് അപരാധമാണ്, കൊടുക്രൂരതയാണ്. ശാന്തം, പാപം. അഹങ്കരിച്ചിരുന്ന രാജാവ് ഇത്ര ഭീരുവാണ്.
ha ha ha